1,85,000 രൂപ മുടക്കിയാണ് ഇങ്ങനെ ഒരു ഫോൺ ബുക്ക് ചെയ്തത്. അതും ക്യാഷായിട്ട് അടയ്ക്കുകയും ചെയ്തു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ ഈ വീഡിയോ സഹിതം കുമാരസ്വാമി ലേഔട്ട് പോലീസിൽ പരാതി നൽകി. ഈ പരാതിക്ക് പിന്നാലെ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആമസോണിനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആമസോണിനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആമസോൺ ആ പണം അത്രയും തുക 1,85,000 രൂപ ഈ ടെക്കിക്ക്, അതായത് പ്രേമാനന്ദൻ എന്നാണ് സോപ്പ് ഒക്കെ ലഭിക്കുന്ന ഫോണിന് പകരം സോപ്പൊക്കെ ലഭിച്ച സംഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. സ്വാഭാവികമായിട്ട് ഡെലിവറി ബോയ് ഇത് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ പ്രേമാനന്ദ ഡെലിവറി ബോയെ പലതവണ വിളിച്ചു. അയാൾ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. സാധാരണ നമ്മളൊക്കെ ഫോണൊക്കെ ഓർഡർ ചെയ്താൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമ്മളത് തുറന്ന് അത് ഫോണാണ്, അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പരിശോധിച്ച ശേഷമേ ഈ വില കൂടിയ വസ്തുക്കളൊക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ ആ ഡെലിവറി ബോയെ വിടാറുള്ളൂ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. OTP ചോദിച്ചു, OTP പറഞ്ഞു കൊടുത്തു, ഉടൻ തന്നെ സാധനം കൈമാറി അദ്ദേഹം അവിടെ നിന്ന് പോയി. അതുപോലെ അതിനോടൊപ്പം തന്നെ ഇതിന്റെ വെയിറ്റിൽ ചെറിയ വ്യത്യാസവും ഈ പ്രേമാനന്ദന് തോന്നി. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹം പകർത്തുന്നത്, തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നത്. ഏതായാലും ആമസോണിനെ സംബന്ധിച്ച് വല്ലാത്ത നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ വളരെ കുറഞ്ഞതാണ്. ഇത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പണം മുടക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും ഇദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഈ വെയിറ്റിൽ ചെറിയ വ്യത്യാസം തോന്നി. അതായത് ഇത് ഡെലിവറി ചെയ്തപ്പോൾ വെയിറ്റിൽ ചെറിയ വ്യത്യാസം തോന്നി. തുടർന്ന് അദ്ദേഹം ആ കംപ്ലീറ്റ് പ്രോസസ്സ്, അതായത് അൺബോക്സിംഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫുൾ വീഡിയോയിൽ ചിത്രീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് തുറന്നു വരുമ്പോൾ, അതായത് കൃത്യം പാക്കിംഗ് ആണ്, സാംസങ്ങിന്റെ വില കൂടിയ ഫോൾഡിംഗ് ഫോണിന്റെ അതേ പാക്കിംഗ് ആണ്. അത് തുറന്ന് അവസാനം അതിലേക്ക് എത്തുമ്പോൾ ആ ചെറിയ ബോക്സിനുള്ളിൽ ഒരു പരന്ന ടൈല് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഏതായാലും അദ്ദേഹം വല്ലാതെ ആശ്ചര്യപ്പെടുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ ഡെലിവറി ബോയിയെ വൈകാതെ പിടികൂടും എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്.